രോമാഞ്ചം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ രോമാഞ്ചം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്നായിരുന്നു ഈ നമ്മുടെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക, അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷങ്ങളിലൊക്കെ നമ്മുടെ സമ്മർ മീഡിയയും മൂപ്പൻസ് വ്ലോഗും അനന്തും ഒക്കെ പറയുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ നമ്മൾ കാണുകയും അത് പ്രകാരം വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ വർഷം നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ചില വിശകലനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അത് മാത്രമല്ല, സമൂഹത്തിലെ നമുക്ക് അഭിപ്രായം പറയാൻ തോന്നുന്ന പുതിയ പുതിയ വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം പറയുകയൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇന്ന് ബിഗ് ബോസിലെ ആദ്യത്തെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും പല യൂട്യൂബ് ചാനലിലൂടെയും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈവ് കണ്ടവർ, അല്ലെങ്കിൽ അതിൻ്റെ ഈ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർ ആരൊക്കെയാണ് അതിനകത്ത് കടന്നതെന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് പറയുകയാണ്, നമ്മൾ ഒന്നാമതായിട്ട് അതിനകത്തേക്ക് കടന്നത് അനീഷ് തറയിലാണ്. അനീഷ് തറയിൽ എന്ന് പറയുന്നത് കോമണർ മത്സരാർത്ഥിയായിട്ടാണ് ഇതിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ അനീഷ് തറയിൽ ആരാണ്, എന്താണ് എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു എഴുത്തുകാരനാണ് പുള്ളിക്കാരൻ, ഫാർമറാണ്. അതുപോലെ പുള്ളി ഒരു ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലിക്ക് ശേഷം പിന്നീട് പുള്ളി ഒരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിച്ചു. ഈ സർക്കാർ ജോലിയിൽ നിന്ന് 5 വർഷം ലീവ് എടുത്തിട്ടാണ് പുള്ളി ഇപ്പോൾ ബിഗ് ബോസിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുള്ളി ഡിവോഴ്സ്ഡാണ്. അപ്പോൾ കുറച്ച് സ്ത്രീവിരുദ്ധ അല്ലെങ്കിൽ കുറച്ച് കടന്നു വന്ന വഴിയുടെ കനൽ വഴിയായതുകൊണ്ടാവാം കുറച്ച് ലേഡീസിൻ്റെ അടുത്ത് അത്ര ഒരു പോസിറ്റീവ് സമീപനമല്ല. വന്ന് കയറിയപ്പോൾ തന്നെ അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അദ്ദേഹമാണ് ഒന്നാമത്തെ കണ്ടസ്റ്റൻറ്റ്, കോമണർ കണ്ടസ്റ്റൻ്റാണ് അനീഷ് തറയിൽ. രണ്ടാമത്തത് അനുമോളാണ്. സ്റ്റാർ മ്യൂസിക്കിലൂടെയും നമ്മുടെ സുരഭിയും സുഹാസിനിയും സീരിയലിലൂടെയും അനുമോളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അത്ര കണ്ട് സാധാരണക്കാരൻ ഓരോരുത്തരുടെയും വീട്ടിലെ ഒരു അംഗമാണ് അനുമോൾ. അപ്പോൾ അനുമോളാണ് രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റ്. മൂന്നാമത്തെ ആൾ ആര്യനാണ്. ആര്യൻ ഒരു മോഡലാണ്. പുള്ളിക്കാരനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആകുന്ന, അല്ലെങ്കിൽ പുള്ളിക്കാരനെ കുറിച്ച് അറിയാവുന്നവർക്ക് നമ്മുടെ വടക്കൻ കിഷോറും ശ്രുതി മേനോനൊക്കെ അഭിനയിച്ച വടക്കൻ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഈ ആര്യൻ നമ്മുടെ ഒരു ഫെയിമിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ് ആര്യനെ അറിയാവുന്നത്. ആര്യനാണ് മൂന്നാമത്തെ കണ്ടസ്റ്റൻറ്റ്. നാലാമത്തെ കണ്ടസ്റ്റൻറ്റ് കലാഭവൻ സരിക. കലാഭവൻ സരികയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു കോമഡി ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരി കുറേ കോമഡി പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കലാഭവൻ്റെ അംഗമാണ്. കോമഡി മാസ്റ്റേഴ്സിൽ അംഗമായിരുന്നു. കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. മിമിക്രി മഹാമേള എന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, നമുക്കറിയാം. അതുപോലെ വയസ്സെത്രയായി എന്ന സിനിമയിൽ ഒരു മികച്ച കഥാപാത്രത്തിനെ അവതരിപ്പിക്കുകയുണ്ടായി ഈ ഇടക്കാലത്ത്. ഇതാണ് നമ്മുടെ സരികയെക്കുറിച്ചുള്ളൊരു അവലോകനം. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് അക്ബർ ഖാനാണ്. അക്ബർ ഖാൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ പല യൂട്യൂബ് ചാനലുകളും നമ്മൾ ഒരു അഭിപ്രായ സർവേയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു BB മെറ്റീരിയൽ കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഒരു വിന്നറാവാൻ കഴിവുള്ള ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് പറയുന്നത് ഈ അക്ബർ ഖാനെയാണ്. എടക്കാട് ബറ്റാലിയനും മാർഗം കളിയും ലാസ്റ്റ് ചാൻസും പോലുള്ള മൂവീസിലെ സംഗീത മേഖലയിൽ പ്രവർത്തിച്ച് അത്യാവശ്യം എല്ലാവർക്കും നന്നായി അറിയാവുന്നൊരു പാട്ടുകാരനാണ് അക്ബർ ഖാൻ. അദ്ദേഹമാണ് അടുത്ത കണ്ടസ്റ്റൻറ്റ്. അക്ബർ ഖാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് RJ ബിൻസിയാണ്. റേഡിയോ ജോക്കിയാണ്. അത്യാവശ്യം നല്ല ഫെയിമും ആൾക്കാരുടെ ഇടയിൽ നല്ല പ്രവൃത്തി പരിചയമൊക്കെ ഉള്ള, നല്ല അഭിപ്രായം നന്നായി പറയാൻ കഴിയുന്ന ഒരു RJ ബിൻസി. ഒരു ബെസ്റ്റ് BB കണ്ടൻ്റാണെന്ന് നമുക്ക് പറയാം. അടുത്തത് ഒനിയൽ സാബു. ഈ ഒനിയൽ സാബു എന്ന് പറയുന്ന ആൾ വളരെ വ്യത്യസ്തനാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് അവിടെ വളർന്ന് പിന്നീട് ഫോർട്ട് കൊച്ചിയിലേക്ക് കളം മാറ്റി ചവിട്ടുകയും ഫോർട്ട് കൊച്ചിയുടെ കഥ പറയലുകളും ഫോർട്ട് കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ് ജോലിയും ഒക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് നമ്മുടെ ഒനിയൽ സാബുവിന് നേടിക്കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ BBയിൽ വളരെ ദൂരം പോകാൻ കഴിയുമെന്ന് തോന്നുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ബിന്നി നോബിനാണ്. നമ്മുടെ ഗീതാ ഗോവിന്ദം സീരിയലിലെ ഫെയിമാണ് ബിന്നി നോബിൻ. അതുമാത്രമല്ല, നമ്മുടെ നൂബിൻ എന്ന് പറയുന്ന ഒരുവിധ സീരിയൽ മേഖലയിലെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. നൂബിൻ എന്ന സീരിയൽ ആക്ടറുടെ ഭാര്യയാണ് ഈ ബിന്നി നോബിൻ. അപ്പോൾ ബിന്നി നോബിനാണ് അടുത്ത കണ്ടസ്റ്റൻറ്റ്. അടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അഭിലാഷാണ്. അഭിലാഷ് എന്ന് പറയുന്നത് കാതോട് കാതോരം സീരിയലിലെ പ്രവർത്തിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ സീരിയലിലെ ഒരു ഫെയിമാണ്.
അഭിലാഷ് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് അഭിശ്രീ വ്ളോഗ്സ് എന്നാണ്. അഭിശ്രീ വ്ളോഗ്സ് എന്ന് പറയുന്നത് 900K സബ്സ്ക്രൈബേഴ്സും 1.5K വീഡിയോസും ഒക്കെ ഉള്ള സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരാളാണ് അഭിശ്രീ. അടുത്തത് രന ഫാത്തിമയാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. തുടക്കത്തിൽ തന്നെ ഒരു സ്പാർക്ക് എനിക്ക് തോന്നുന്നു ആര്യനുമായിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും നടക്കട്ടെ. അടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് മുൻഷി രഞ്ജിത്താണ്. മുൻഷി രഞ്ജിത്തിനെ കുറിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മുൻഷി എന്ന പരിപാടിയുടെ പുറകിൽ പ്രവർത്തിച്ച മുൻഷി രഞ്ജിത്ത് അദ്ദേഹം ഇടയ്ക്കൊക്കെ പ്രോഗ്രാമിൽ പറയുന്നുണ്ടായിരുന്നു, എന്നെ ആൾക്കാർ മറന്നു തുടങ്ങിയിരിക്കുന്നു, എനിക്ക് എൻ്റെ മുഖം ഒന്ന് പുതുക്കിയെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പുള്ളി ഇടയ്ക്ക് പറയുന്നുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ മുൻഷി രഞ്ജിത്ത്. അടുത്ത ആൾ ഗിസേലെ താക്രോളാണ്. ജി എന്നാണ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പേരിട്ടിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 9 ഫെയിമാണ് പുള്ളിക്കാരി. മിസ് ബെസ്റ്റ് ബോഡി ആൻഡ് മിസ് പൊട്ടൻഷ്യൽ എന്നൊക്കെ ഉള്ള അവാർഡൊക്കെ നേടിയിട്ടുള്ള ആളാണ്. അടുത്തത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും വളരെ സുപരിചിതമായ ആളാണ് സരിക എന്ന് പറയുന്ന ടെലിവിഷൻ ആങ്കറാണ്. രേണു സുധിയായിട്ടും അതുപോലെ ഒരുപാട് നിഖില വിമലുമായിട്ടും ജാസിയായിട്ടും പലരുമായിട്ടും അടുത്തിടെ ഉണ്ടായ ഇൻ്റർവ്യൂവിൽ കുപ്രസിദ്ധി നേടിയ എങ്ങനെയുള്ള ക്വസ്റ്റ്യനെ കുറച്ചൊന്നും ട്രിഗർ ചെയ്യുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരുടെ ഇൻ്റർവ്യൂസിനെ ഫെയിമാക്കാൻ വല്ലാത്തൊരു കഴിവുള്ള ഒരു ടൈപ്പ് ഓഫ് ആങ്കറാണ് സരിക. അത് തന്നെയായിരിക്കും ഇവിടെ ഈ BBയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. എവിടെ ട്രിഗർ ചെയ്യണം, എപ്പോൾ ട്രിഗർ ചെയ്യണമെന്ന് പുള്ളിക്കാരി നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു BB കണ്ടൻറ്റാണ് സരിക. അപ്പോൾ സരികയാണ് അടുത്ത കണ്ടസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഷാനവാസാണ്. നമ്മുടെ കുങ്കുമപ്പൂവിലും സീതയിലുമൊക്കെ നായക വേഷങ്ങളിൽ തിളങ്ങിയ ഷാനവാസും അത്യാവശ്യം നല്ല രീതിയിൽ കുറേ ഒരു 50 എപ്പിസോഡൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ജയിച്ചിട്ടേ പോകുള്ളൂ എന്നൊരു നിലപാടിലാണ് ഷാനു കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഷാനവാസാണ് അടുത്ത കണ്ടസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നെവിനാണ്. നെവിനൊരു കൊറിയോഗ്രാഫറാണ്. ഒരു നമ്മുടെ ഫാഷൻ ഷോ പോലത്തെ പ്രോഗ്രാംസൊക്കെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. അത്യാവശ്യം ആൾക്കാരുടെ ഒരു സുപരിചിത മുഖമാണ്. അടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലെസ്ബിയൻ കപ്പിൾസാണ് അവർ. നേരത്തെ കപ്പിൾസായിട്ട് നമ്മൾ രണ്ടുപേരെ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും കപ്പിൾസായിട്ട് നേരത്തെ വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ലെസ്ബിയൻ കപ്പിൾസാണ്. ഈ ആദിലയും നൂറയും അറിയാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. കാരണം വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ കോടതിയിൽ പോവുകയും നിയമപോരാട്ടം നടത്തുകയൊക്കെ ചെയ്ത ഒരു ഫെയിം ആണ് ഈ ആദില നൂറ. അപ്പോൾ അവരാണ് അടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശൈത്യ സന്തോഷാണ്. സമ്മാനദാനത്തിനിടയിൽ സമ്മാനം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി കരഞ്ഞുകയൊക്കെ ചെയ്ത ഒരു ഫെയിമുള്ള ഒരു ലോയറാണ്. റിയാലിറ്റി ടെലിവിഷനിലൊക്കെ പങ്കെടുത്തുള്ള ആളാണ്. നമ്മുടെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ് ശൈത്യ സന്തോഷ്. അടുത്ത ആൾ രേണു സുധി. എല്ലാവരുടെയും ഈ BB ആയിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ BB ന്യൂസിൽ കണ്ടൻ്റാക്കുന്ന എല്ലാവരും പറഞ്ഞ ഒരു പേരാണ് രേണു സുധി. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് വന്നാലും ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താത്ത ടൈപ്പ് ഒരു സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടസ്റ്റൻ്റാണ് രേണു സുധി. അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ചേട്ടാ എന്ന് സുധിയെ നോക്കി പറയുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. നോക്കാം എവിടം വരെ പോകുക, എങ്ങനെയൊക്കെ പോകുമെന്നുള്ളത്. അടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി റോളുകൾ നമ്മുടെ എൻ്റെ മേഡം ജിമിക്കി കമ്മലെ മോഹൻലാലുമായിട്ടൊക്കെ ആടിത്തിമിർത്ത നമ്മുടെ അപ്പാനി ശരത്ത് അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെയാണ് കടന്നു വരുന്നത്. പക്ഷേ പുള്ളിക്കാരൻ തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ എൻ്റെ നാടും തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്തുകാരനാണ് അപ്പാനി ശരത്തും ഒരു നല്ല BB കണ്ടൻ്റാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അപ്പാനി ശരത്തും ആണ് അവസാനത്തെ നമ്മുടെ മത്സരം. ഇത്രയും കണ്ടസ്റ്റൻറ്റുകളാണ് ഇപ്പോൾ ഇതിനകത്ത് കയറിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോ വന്നിട്ടുണ്ട്. പൊരിഞ്ഞ് അടി തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള പ്രൊമോ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ദിവസം തന്നെ ഇത്രയും കാലം ബിഗ് ബോസ് ഒരു വ്യത്യസ്തമായ ബിഗ് ബോസ് തന്നെയായിരിക്കും എന്ന് ഉറപ്പാണ്. കാരണം ഇത്രയും കാലം ഇല്ലാതെ ആദ്യ ദിവസം തന്നെ അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വല്ലാത്ത പ്ലാനിങ് ബിഗ് ബോസിൻ്റെ ഭാഗത്തുണ്ട് എന്ന് ഉറപ്പാണ്. 3 പേർക്ക് സ്റ്റാർ കൊടുക്കുകയും സ്റ്റാർ എത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് തട്ടിപ്പറിക്കുന്നവർക്ക് സമ്മാനം ഉണ്ടോ എന്നുള്ള രീതിയിലാണ്. ഡ്രസ്സ് ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർ തട്ടിപ്പറിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ എന്തും നടക്കാം എന്നൊരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ നമ്മുടെ പ്രൊമോ കാണുമ്പോഴേക്കും നാളെ തകർത്ത അടിയാണെന്നാണ്
അപ്പോൾ നമുക്ക് നോക്കാം. ഓരോ ദിവസവും ഉള്ള വ്യത്യസ്തമായ കാഴ്ചകൾ അല്ലെങ്കിൽ വിവാദമായ കാഴ്ചകളെക്കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ രോമാഞ്ചം യൂട്യൂബ് ചാനലിൻ്റെ ഈ വീഡിയോ കണ്ടത് എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അതും അറിയിക്കുക. അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ വളരാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് രോമാഞ്ചം. ബൈ.